So, the defending champion Supercopa de España, Barcelona, has retained their Supercopa de España Cup. ആ ഒരു കപ്പ് അവർ റിട്ടേൺ ചെയ്യുക തന്നെ ചെയ്തു. ഈ ഒരു സീസണിലെ രണ്ടാമത്തെ എൽ ക്ലാസിക്കോ ബാഴ്സലോണക്കാണ് ആ ഒരു വിജയം പോയിട്ടുള്ളത്. ദാറ്റ്സ് നോക്കൗട്ട് മാച്ചായിരുന്നു, ഫൈനൽ മാച്ചായിരുന്നു ഈ ഒരു എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത്. സോ അത് ബാഴ്സലോണ തന്നെ 3-2 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. ഓക്കെ, ഞാൻ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് കണ്ടു. ഈ ഒരു മാച്ച് നമ്മൾ കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും കാണുമല്ലോ, എൽ ക്ലാസിക്കോ ഫൈനലാണ്, നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് മാച്ചാണ്. ഈ മാച്ച് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഐ വാസ് ജസ്റ്റ് എക്സ്പെക്റ്റിംഗ് ദ എൻ്റർടൈൻമെൻറ്റ് ഷോ. ഓക്കെ, അതെനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് 5-6 മിനിറ്റ് എനിക്ക് കംപ്ലീറ്റ്ലി ഐ ജസ്റ്റ് എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ആ ഒരു കുറച്ച് ഒരു 5 to 6 മിനിറ്റ്സ് എന്ന് പറയുന്നത് ലിറ്ററലി എന്തായിരുന്നു അവിടെ സംഭവിച്ച് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 3 ഗോൾ വരിക. ഐ വാസ് ജസ്റ്റ് എന്താ പറയുക, ആ ഒരു ടൈമിനെ കുറിച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ദാറ്റ് വാസ് ദ പീക്ക് മൊമെൻറ്റ് ഓഫ് ദിസ് മാച്ച്. ഈ ഒരു മാച്ചിൻ്റെ പീക്ക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് 5-6 മിനിറ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഞാനത് പ്രതീക്ഷിച്ചു, പക്ഷേ അത് വന്നില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. ഓക്കെ, ഓഫ് കോഴ്സ് ഈ ഒരു മാച്ചിൽ എടുത്ത് പറയേണ്ട ഒരു ബാഴ്സലോണ പ്ലെയർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അത് റാഫീനിയാണ്. ആ ചങ്ങായിൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴൊക്കെ ദാറ്റ്സ് വാസ് എ കംപ്ലീറ്റ് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. റയൽ മാഡ്രിഡിൽ എടുത്ത് പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. ആ ചങ്ങായിൻ്റെ കയ്യിൽ എപ്പോഴൊക്കെ ബോൾ കിട്ടു അപ്പോഴൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. 19 കോൺസിക്യൂട്ടീവ് മാച്ച് വിതൗട്ട് ഗോൾസ് എന്നുള്ള ആ ഒരു സ്ട്രീക്ക് വിനീഷ്യസ് ജൂനിയർ ഈ ഒരു മാച്ചിൽ ബ്രേക്ക് ചെയ്തു. അത് എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗോളിലൂടെയാണ് അദ്ദേഹം ബ്രേക്ക് ചെയ്തത്? ലിറ്ററലി ദാറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് ഗോൾ. ഫാൻറ്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മാഡ് വിനി എന്നൊക്കെ പറയേണ്ടി വരും. ഈ ചങ്ങായി ക്രേസിയാണ്, ഭ്രാന്താണ്. അമ്മാതിരി ഗോള, 5-6 ഡിഫൻഡേഴ്സ്, അത് ബാഴ്സലോണയെ പോലത്തെ ഒരു ടീമിനെതിരെ 5-6 പ്ലേയേഴ്സിനെ കട്ട് ചെയ്തിട്ടാണ് ആ ചങ്ങായി ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഞാൻ പലപ്പോഴും പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ഈസ് എ ബിഗ് ഗെയിം പ്ലെയർ. ഇതൊക്കെ അത് അദ്ദേഹം വീണ്ടും പ്രൂവ് ചെയ്തു, ഹീസ് എ ബിഗ് ഗെയിം പ്ലെയർ എന്നുള്ളത്. ഫൈനലിലാണ് ആ ചങ്ങായി ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറയുന്ന കാര്യമാണ്, ചിലപ്പോൾ അദ്ദേഹം ലീഗ് മാച്ചസിലൊന്നും ഗോൾ സ്കോർ ചെയ്യില്ല, പക്ഷേ റയൽ മാഡ്രിഡിന് എപ്പോഴാണോ വേണ്ടത് ആ ഒരു സമയത്ത് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. ഈ ഒരു മാച്ചിൽ ആ ഒരു ട്രൈ മാത്രമല്ല, നമുക്ക് കാണുകയും ചെയ്തു വിത്ത് എ ഫാൻറ്റാസ്റ്റിക് സോളോ ഗോൾ. അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ലെജൻഡായി മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ലെജൻഡ്സിൻ്റെ കൂടെ വീണ്ടും ഒരു സ്ഥാനം ഇടം പിടിച്ചിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ. 16 ഗോൾ കോൺട്രിബ്യൂഷൻ പിന്നെ ഫൈനൽ റയൽ മാഡ്രിഡിന് വേണ്ടി 16 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയത് വിനീഷ്യസ് ജൂനിയർ, ക്രിസ്ത്യാനോ, ബെൻസിമ ഇവരൊക്കെയാണ്. ഇവരുടെ കൂടെ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. അപ്പം ടോട്ടലി വിനീഷ്യസ് ജൂനിയർ ഈസ് എ ലെജൻഡ്. അദ്ദേഹത്തെ എങ്ങനെയൊക്കെയായിരുന്നു ലാസ്റ്റ് ഒരു 19 മാച്ച് ഗോളില്ലാത്തത് കൊണ്ട് ഓരോരുത്തർ കളിയാക്കി വിട്ടത്. സോ ഞാൻ അപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സുള്ള പ്ലെയറാണ്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. ഈ ഒരു മാച്ചിൽ ഈ എൽ ക്ലാസിക്കോ മാച്ചിൽ കംപ്ലീറ്റ് റയൽ മാഡ്രിഡിൻ്റെ ഒരു അറ്റാക്ക് തന്നെ ലീഡർഷിപ്പോട് കൂടി കൊണ്ടു നടന്നത് വിനിയാണ്. വിനി ഇല്ലെങ്കിൽ റയലിൻ്റെ അറ്റാക്ക് ഒന്നുമില്ല. ഓക്കെ, അതൊരു സത്യമാണ്, ആണല്ലേ? വിനീഷ്യസ് ജൂനിയർ എപ്പോഴൊക്കെ ബോൾ കിട്ടുമോ അതൊക്കെ ഡേഞ്ചറാണ്. റോഡ്രിഗോ കഴിഞ്ഞ മാച്ചിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഗോൺസാലോ ഗാർസിയ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ വിനി ആയിരുന്നു മാൻ പൊളി. ഓക്കെ, വിനീൻ്റെ കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് പറയേണ്ട കാര്യം ബാഴ്സലോണ ദ ചാമ്പ്യൻസിനെ കുറിച്ച് തന്നെയാണ്. സോ അവർ റാഫീനിയയിലൂടെയാണ് അറ്റാക്ക് നേതൃത്വം വഹിച്ചത്. ലമീൻ യമാൽ അവിടെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം കളിച്ചു, പക്ഷേ അത്രയധികം ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല അടിപൊളി റണ്ണൊക്കെ ഉണ്ടായിരുന്നു ലമീൻ യമാലിൻ്റെ. റാഫീനിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എപ്പോഴൊക്കെ ബോൾ കിട്ടുന്നു അപ്പോഴൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഹാൻസി ഫ്ലിക്ക് എന്താ പറയുക, ഒരു റിതം വരെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയണോ, പൊസഷനൊന്നും റയൽ മാഡ്രിഡിൻ്റെ കയ്യിലില്ല, അതൊക്കെ കംപ്ലീറ്റ് ബാഴ്സലോണയുടെ കയ്യിലാണ്. ഞാൻ ബാഴ്സലോണയെ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടി ഹൈ ലെവലിലാണ്. ഓക്കെ, ഞാൻ എൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ബാഴ്സലോണയ്ക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ബാഴ്സലോണ എന്ന് പറയുന്നത് അറ്റ് ഇറ്റ്സ് പീക്കാണ്, പക്ഷേ അത്രയും പീക്കിലുള്ള ഒരു ബാഴ്സലോണയെ എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. ഓക്കെ, റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ അബോവ് ആവറേജ് ടീം. ഓക്കെ, അതൊരു സത്യമാണ്. പലരുടെയും ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് ആ ഒരു ടീം ഇപ്പോൾ കറൻറ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാപ്പി അലോൻസോയുടെ ടാക്ടിക്സ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഓക്കെ, ഈ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് സാപ്പി അലോൻസോയുടെ ചില സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസ്റ്റൻസ് ഒന്നും എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാണ് അവിടെ വിനിയെ വലിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആകെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ളത് വിനിയായിരുന്നു. അദ്ദേഹം അതിൻ്റെ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, വിനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. സോ അധികമൊക്കെ ഞാൻ കിടക്കാം. പക്ഷേ ഹാൻസി ഫ്ലിക്ക് ഇവിടെ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കണ്ട ഫെർമിൻ ലോപ്പസിനെ മാറ്റി ഡാനി ഓൾമോനെ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ റാഫീനിയെ മാറ്റി നമ്മുടെ
സോറി ലെവൻഡോസ്കിനെ മാറ്റി ഫെറാൻ ടോറസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ നടത്തിയത്. അവിടെയും ഗെയിം ചേഞ്ചിങ് ആണ്, പക്ഷേ അത് അവന്മാർക്ക് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയതെന്ന് മാത്രം. വിനിയെ മാറ്റി മസ്തൻ തുവാനെ കൊണ്ടുവരിക. അവിടെ മസ്തൻ തുവാന ഈസ് എ റൈറ്റ് വിങ്ങർ. റോഡ്രിഗോയാണെങ്കിൽ അത്ര ഫോമിലല്ല കളിക്കുന്നത്. റോഡ്രിഗോയാണ് അവിടെ പിൻവലിക്കേണ്ടത്. ഈ സാബി അലൻസോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ക്രാംസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് വിനിക്ക്. അദ്ദേഹം തന്നെ കയറി പോകണം എന്ന് പറയാം. പക്ഷേ വിനി ആ സമയത്ത് കയറ്റാൻ പാടില്ലായിരുന്നു, സബ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആകെ ഒരു നല്ല അറ്റാക്ക്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് വരുന്നത് വിനീഷ്യസ് ജൂനിയറിലൂടെയാണ്. ഞാൻ വിനീഷ്യസ് ജൂനിയറിനെ പിൻവലിച്ച സമയത്ത് എനിക്ക് തോന്നിപ്പോയി സാബി അലൻസോ ഇത്ര വലിയ മണ്ടറാണോ, എന്തിനാണ് അവിടെ വിനീഷ്യസ് ജൂനിയറിനെ വലിച്ചത്, സബ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ക്രാംസ് ആണ് അദ്ദേഹത്തിന്, അദ്ദേഹം തന്നെ പിന്മാറണമെന്നാണ്. പക്ഷേ ഒരു 8-9 മിനിറ്റ് മാച്ച് കഴിയോളം 90 മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ മേ ബി ഈക്വലൈസർ കൊണ്ടുവരാമായിരുന്നു. ഈക്വലൈസറിനുള്ള ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ റയൽ മാഡ്രിഡിന്. 2 ബിഗ് ചാൻസ് എക്സ്ട്രാ ടൈമിൽ തന്നെ അവന്മാർ കിട്ടിയിട്ടുണ്ട്. ആ കരേരാസിൻ്റെ ഷോട്ട്, അല്ലാ അവന്മാരൊക്കെ ഇനി എന്നാണ് അവ ഷോട്ട് അടിക്കാൻ പഠിക്കുക, അതൊരു ആംഗിൾക്ക്. അലാബൻ്റെ ഹെഡ് പിന്നെ പോട്ടെ, കരേരാസ് എന്താ കാണിച്ച്. അത്രയും റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് ഒരു ഒരു പ്രഷറില്ല അവിടെ തൊട്ടടുത്തുനിന്ന്. ഷൂട്ടിംഗ് പ്രാക്ടീസിന് അടിക്കുമ്പോൾ ചങ്ങായി വല്ല ഉരുട്ടിയും ഗോൺസാലോസ് യുവാൻ ഗാർസിയൻ്റെ തൊള്ളയൊക്കെ അടിച്ചു കൊടുത്തു. അതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലായി സങ്കടം. റയൽ മാഡ്രിഡ് ഓഡിയൻസൊക്കെ സങ്കടമായിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടതിന് ശേഷം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അലാബൻ്റെ ആ ഒരു ഹെഡ് വരുന്നത്. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് ബാഴ്സലോണ കിട്ടിയ ചാൻസ് ഒക്കെ മുതലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു റാഫീനിയൊക്കെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. ഒരു ഫെഡേ വാൽവർദേൻ്റെ ഒരു മിസ്റ്റേക്ക് ഇന്ന് റാഫീനിയൊക്കെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ ഇത് ഗോളാക്കാൻ പറ്റിയില്ല. ആകെ ഒരു ബിഗ് ചാൻസ് എനിക്ക് തോന്നുന്നു ഇവന്മാർ ബാഴ്സലോണ മിസ് ചെയ്തത് ഈ ഒരു റാഫീനിയുടെ ചാൻസ് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലൈനപ്പിലോട്ട് വരാം. ബാഴ്സലോണയുടെ ലൈനപ്പ് എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് യാൻ ഗാർസിയ, ഡിഫൻഡേഴ്സ് എറിക് ഗാർസിയ, പിന്നെ അതുപോലെ തന്നെ കുബാർസി, റൈറ്റിൽ കൂണ്ടെ, ലെഫ്റ്റിൽ ബാൾഡെ, ഡിയോങ് പെഡ്രി ആ ഒരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ, ഫെർമിൻ ലോപ്പസ് ആ ഒരു എംഎഫ് റോളിൽ, ലെഫ്റ്റിൽ റഫീനിയ, റൈറ്റിൽ ലമീൻ യമാൽ, സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ഓൾമോസ്റ്റ് ഞാൻ സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ് വരും എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ലെവൻഡോസ്കിനെ തന്നെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പറായിട്ട് തിബോ കോർട്ടുവ, ഡിഫൻഡേഴ്സ് റൗൾ അസെൻസിയോയും പിന്നെ അതുപോലെ ഡീൻ ഹ്യൂസണാണ് വന്നിട്ടുണ്ടായിരുന്നത്. റൂഡിഗറിന് ഇഞ്ചുറി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇറക്കിയില്ല. ലെഫ്റ്റ് ബാക്കിൽ കരേരാസ്, റൈറ്റിൽ വാൽവർദെ, കമവിംഗ, ചുമനി ആ ഒരു 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, പിന്നെ അതുപോലെ ബെല്ലിംഗം ആ ഒരു നമ്പർ 10 റോളിൽ, ലൈറ്റിൽ റോഡ്രിഗോ, സ്ട്രൈക്കറായിട്ട് ഗോൺസാലോ ഗാർസിയ. എംബാപ്പെ ഉണ്ടാവില്ല, എംബാപ്പെ സബ്ബാവുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. കാരണം ഇഞ്ചുറി മാറി വന്നൊരു പ്ലെയറിനെ ഫൈനലിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചിൽ അങ്ങോട്ട് ഇറക്കി വിടാൻ പറ്റില്ല. അച്ഛൻ വീണ്ടും ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. സോ എംബാപ്പേനെ സബ്ബായിട്ട് തന്നെ ആയിരിക്കും ഇറക്കി വിടുക. പക്ഷേ സാബി അലൻസോ ഒരു 50-60 മിനിറ്റ് ആകുമ്പോൾ ഇറക്കി വിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 75ാമത്തെ മിനിറ്റ് ആവോളം വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി. ഓക്കെ, അത്രയും മറ്റേ സൗദിക്ക് ഇങ്ങോട്ട് വന്നത്, ജിദ്ദയ്ക്ക് വന്നത്, കിങ്സ് അബ്ദുള്ള സ്റ്റേഡിയത്തേക്ക് വന്നത് വെറുതെ ആയിപ്പോയി. ബാഴ്സലോണ ജയിക്കുന്ന കാണാൻ വേണ്ടി മാത്രം വന്നതുപോലെയായി. ഓക്കെ, ലിറ്ററലി. പക്ഷേ റയൽ മാഡ്രിഡ് അടിപൊളിയായിട്ട് കളിച്ചു 2 ടീമും. ദിസ് എ കട്ട മാച്ചായിരുന്നു ഇത്. ഓക്കെ, ടൈറ്റ് മാച്ചായിരുന്നു. പൊസഷനൊക്കെ ബാഴ്സലോണയുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും അറ്റാക്കിൽ വരുന്ന സമയത്ത് റയൽ മാഡ്രിഡ് വാസ് ജസ്റ്റ് ബ്രില്യൻറ്റ്, എസ്പെഷ്യലി ത്രൂ വിനിയിലൂടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ ബാഴ്സലോണ എന്ന് പറയുന്നത് നമുക്കറിയാം, അവന്മാർ പൊസഷൻ കയ്യിൽ വെക്കുക, അത് ത്രൂ ഒരു ഷോട്ട് വരെ. സെക്കൻഡ് ഹാഫിലൊക്കെ ലമീൻ യമാലിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നേരെ തിബോ കോർട്ടുവിൻ്റെ കൈക്കാണ് പോയത്. ഓക്കെ, പക്ഷേ കരേരാസ് അടിച്ച് അത്രയൊന്നുമില്ല കേട്ടോ. ഇതൊരു പക്ക ഒരു സ്ലൈഡിങ് ഇതായിരുന്നു. പിന്നെ അതുപോലെ ബാഴ്സലോണ ഇന്നത്തെ മാച്ചിൽ വിജയിച്ചത് കുറച്ചൊക്കെ ലക്കിൻ്റെ ഫാക്ടറും കൂടി കൊണ്ടാണ്. ഓക്കെ, കാരണം ഇത് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് റയൽ മാഡ്രിഡിൻ്റെ 2 ഷോട്ട് ഭാഗ്യമില്ല അവന്മാർക്ക്. കരേരാസിൻ്റെ ഒക്കെ അലാബൻ്റെ ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ റഫീനിൻ്റെ 3ാമത്തെ ഗോൾ വന്നത് റിഫ്ലക്ഷനാണ്, അതും ഫ്രം റൗൾ അസെൻസിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ ഇടാത്ത എഫേർട്ടില്ല. ആ ചങ്ങായി റഫീനിൻ്റെ പിന്നാലെ കൂടി റഫീനിനെ മാക്സിമം ഗോൾ വരാത്ത രീതിയിൽ ആ ചങ്ങായിനെ പൂട്ടി. പക്ഷെ എന്നാലും റഫീനി അതൊക്കെ മറികടന്ന് അവൻ ഗോൾ സ്കോർ ചെയ്യുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നു. പക്ഷേ റഫീനെ നേരിൽ പോലെ നിന്ന് അവസാനം റഫീനിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയി നേരെ റൗൾ അസെൻസിയോടെ കാലിൽ ഡിഫ്ലക്റ്റഡ് ആയിട്ട് 3ാമത്തെ ആ ഗോൾ വരുന്നു. അത് സങ്കട കാഴ്ചയായിരുന്നു ആക്ച്വലി. കാരണം റൗൾ അസെൻസിയോ ഇടുന്നൊരു എഫേർട്ട് ഇന്നത്തെ മാച്ചിൽ മറ്റേ ആ ഒരു റാഷ്ഫോർഡുമായിട്ടുള്ള ആ ഒരു സാധനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പോസ്റ്റ് പോയി കാലിടിച്ചു, പക്ഷേ എനിക്ക് വേദനിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നാലും അവിടെ നിന്ന് എണീറ്റ് അവൻ പുള്ളി വീണ്ടും കളിക്കാൻ ഇറങ്ങി. കാരണം സമയം കുറവാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. സോ അവിടെ കടന്നു കഴിഞ്ഞാൽ സമയം അങ്ങനെ മിസ്സായി പോവാണ്. അപ്പോൾ സാബി അലൻസോ എനിക്ക് തോന്നുന്നു മാർക്കയൊക്കെ ആർദേ ഗോളർ ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇറക്കിയില്ല. അതെ, കമവിംഗ, ചുമനി അവർ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ഈ ഒരു മാച്ചിൽ
തുടക്കം ബാഴ്സലോണ വാസ് ബ്രില്യൻറ്റ് ഇൻ ഫസ്റ്റ് ഹാഫ് ഒരു 30 മിനിറ്റ് ബാഴ്സലോണ കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ഡോമിനൻസ് ആണ്. റയൽ മാഡ്രിഡിന് മാനം മര്യാദയ്ക്കും ബോൾ തൊടാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. മാനം മര്യാദയ്ക്കും റയൽ മാഡ്രിഡിന് അവർ ബോൾ തൊടാൻ കിട്ടിയിട്ടില്ല. വല്ലപ്പോഴൊക്കെയാണ് അവർക്കൊരു അറ്റാക്കിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാഴ്സലോണ വാസ് കണ്ടിന്യൂസ്ലി അറ്റാക്കിങ്. ഓക്കെ, 73% സംതിങ് ബാഴ്സലോണയുടെ 68% സംതിങ് പൊസിഷൻ ബാഴ്സലോണയുടെ കയ്യില്ല. 32% മാത്രമേ റയൽ മാഡ്രിഡിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളമാണ് ബാഴ്സലോണ കയ്യിൽ ബോൾ വെച്ചത് എന്നുള്ളത്. സോ ബാഴ്സലോണ ഒരു ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ അറ്റാക്ക് ചെയ്ത് പോവാണ്. ഒരു വാൽവർദേൻ്റെ ഒരു മിസ്റ്റേക്കിൽ മറ്റേ റാഫീനയ്ക്ക് ഒരു ബോൾ കിട്ടുന്നു. എനിക്ക് തോന്നുന്നു പെഡ്രിക്കാണ് ആ ബോൾ കിട്ടുന്നത്. പെഡ്രി നേരെ ഹൈ ബോൾ റാഫീനെ കൊടുക്കുന്നു. റാഫീനെ ആ ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്തോട്ടാണ് പോയത്. ഓക്കെ, ഒരു മിസ്സ് നടത്തി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അപ്പം നമ്മളെന്താ വിചാരിക്കുക, ആ ടീം വീണ്ടും മിസ്സ് നടത്തില്ല. വിത്തിൻ മിനിറ്റ്സ് നെക്സ്റ്റ് മിസ്റ്റേക്ക് റോഡ്രിഗോ നേരെ മറ്റേ ആർക്കാണ് കൊടുത്തത്, ഫെർമിൻ ലോപ്പസിനെ തോന്നുന്നു കൊടുത്തു നേരെ ഫെർമിൻ ലോപ്പസ് അത് റാഫീനെ കൊടുത്തു. റാഫീനെ അത് കൊണ്ടുപോയി ചെമനിൻ്റെ നടയെ കൂടെ ഒരു ഷോട്ട് അടിച്ചു. തിബോ കൂട്ട് ബീറ്റായി, ഗോളായി. 1-0. ഇൻഡിവിജ്വൽ എറേഴ്സിന് റയൽ മാഡ്രിഡിനൊക്കെ പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. അവന്മാരെ കൊണ്ട് എത്ര ഇൻഡിവിജ്വൽ എറേഴ്സ് ആവുന്നത്. റോഡ്രിഗോ നേരെ കൊടുത്തു, അത് ഗോളായി. ഓക്കെ, ഫസ്റ്റ് ഗോൾ വന്നു. പിന്നെ ബാഴ്സലോണയുടെ ഒരു പൊസഷൻ കയ്യിൽ വെക്കലായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് റയൽ മാഡ്രിഡിന് ഒരു ബോൾ കിട്ടുന്നു. ഓക്കെ, ഗോൺസാലോ ഗാർസിയ ഒരു അറ്റാക്കില്ല. റയൽ മാഡ്രിഡിൻ്റെ ഒന്നും അങ്ങനെ അറ്റാക്കുകളൊന്നുമില്ല. ഗോൺസാലോ ഗാർസിയ ഒരു പുള്ളി ഒരു ബോൾ എടുക്കുന്നു. ആ ഒരു ബോൾ നേരെ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കുന്നു. വിനീഷ്യസ് ജൂനിയർ വാസ് ജസ്റ്റ് എന്താ പറയുക, വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു ബോൾ കയ്യിൽ കിട്ടുന്നു. കിട്ടിയപ്പോൾ തന്നെ വിനീഷ്യസ് ജൂനിയറുടെ കയ്യിൽ ഒരു ജൂൾസ് കൂണ്ടെ ഉണ്ട്, അപ്പുറത്ത് മറ്റേ പെഡ്രി ഉണ്ട്. അങ്ങനെ 1-2 ഡിഫൻഡേഴ്സ് ഉണ്ട്. പെഡ്രി മിഡ്ഫീൽഡറാണ്. അതിന് അവിടെ നിന്ന് അങ്ങോട്ട് പോക്ക് തുടങ്ങിയതാണ് വിനീഷ്യസ്. ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു വീഡിയോ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിൽ വെക്കാം. മാൻ, ആ ബോളും കൊണ്ട് പോയത് ജൂൾസ് കൂണ്ടെ, പെഡ്രി, കുബാർസി, ബാൾഡെ, എറിക് ഗാർഷ്യ. ഈ 5 പേരും നോക്കി നിൽക്കുകയാണ് ആ ഒരു ബോൾ എടുത്ത് ആ ചങ്ങായി ഗോൾ സ്കോർ ചെയ്തത്. യുവാൻ ഗാർഷ്യ ബീറ്റായി. യുവാൻ ഗാർഷ്യ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5-6 മാച്ചസ് ആയിട്ട് ആ ചങ്ങായിക്ക് ക്ലീൻ ഷീറ്റാണ്. അതങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. അത് ബ്രേക്ക് ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമല്ല. എജ്ജാതി ഗോളാണ് ആ വിനി സ്കോർ ചെയ്ത്. ഔട്ട് ഓഫ് ദ വേൾഡ്, കംപ്ലീറ്റ്ലി സോളോ ഗോൾ. ഒരു വിനി ജൂനിയറിൻ്റെ പെർഫോമൻസ് കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ ഈ ഒരു ഗോൾ കണ്ടതോടുകൂടി അവർ ഹാപ്പി ആയിട്ടുണ്ടാവും. കളി തോറ്റാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും അവർ. ഓക്കെ, വിനീഷ്യസ് ജൂനിയർ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് അപ്പോൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ സമയം തന്നെ ഒരു വിത്തിൻ സെക്കൻഡ്സ് സെലിബ്രേറ്റ് ചെയ്തു കഴിഞ്ഞു. ബാഴ്സലോണ ടച്ച് എടുത്തു. വിത്തിൻ മിനിറ്റ്സ് അടുത്ത ബോൾ പെഡ്രി ടു ലെവൻഡോസ്കി. ലെവൻഡോസ്കിക്ക് ഒരു ബോൾ കൊടുക്കുന്നു. ലെവൻഡോസ്കിൻ്റെ ടച്ച് ഹെവി ആവുന്നു. പക്ഷേ അത് ബോക്സിലേക്ക് പോകുന്നു. തിബോ കൂട്ടുമൊക്കെ അത് കിട്ടില്ല. ലെവൻഡോസ്കി അത് ചിപ്പ് ചെയ്ത് ഉള്ളിക്കാക്കി. ആ സമയത്ത് ഡിഫൻഡറായിട്ടുള്ള റൗൾ അസെൻസിയോയും റൈറ്റ് ബാക്ക് ഫെഡെ വാൽവർദെയും അവിടെ എത്ര ഫ്രീ സ്പേസാണ് ഡിഫെൻഡിങ്ങിന് കിട്ടിയത്. ഡിഫെൻഡിങ് വൈസ് റയൽ മാഡ്രിഡ് കംപ്ലീറ്റ്ലി പത്തറ്റിക് ആയിരുന്നു. മിഡ്ഫീൽഡ് പിന്നെയും കുഴപ്പമില്ല, കാരണം ഇവങ്കയും ചുമനി എന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്നെങ്കിലും വിചാരിക്കാം. ബെല്ലിംഗാം കംപ്ലീറ്റ് പരാജയമായിരുന്നു കേട്ടോ. ഡിഫെൻഡിങ് കഴിഞ്ഞ മാച്ചിൽ റൗൾ അസെൻസിയോ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സമ്പൂർണ്ണ പരാജയം. കരേരാസ് പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തു എന്ന് പറയാം, അത്രയേ പറയാൻ പറ്റൂ. അങ്ങനെ ലെവൻഡോസ്കി ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 2-1 സ്കോറിന് ബാഴ്സലോണ വീണ്ടും ലീഡ് എടുക്കുന്നു. അത് കഴിഞ്ഞ് വിനീൻ്റെ ഒരു അറ്റാക്കിലൊരു കോർണർ കിട്ടുന്നു. അത് റോഡ്രിഗോ എടുക്കുന്നു. ആദ്യം ഡീൻ ഹ്യൂസൺ ഹെഡ് ചെയ്യുന്നു, പോസ്റ്റുമോ തട്ടുന്നു. റാഫീഞ്ഞ അത് സേവ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ പറ്റിയില്ല. പുള്ളി ചാടി സേവ് ചെയ്യുന്നു. പുള്ളി മറ്റേ ഡിഫെൻഡിങ്ങിലും അറ്റാക്കിങ്ങിലും ഒക്കെ ഉണ്ട് കേട്ടോ റാഫീഞ്ഞ. വിനീൻ്റെ ഒക്കെ ഒരു ബോൾ അറ്റാക്ക് ചെയ്ത് ഒരു നല്ല സ്ലൈഡിങ് ടാക്കിളൊക്കെ ഉണ്ടായിരുന്നു റാഫീഞ്ഞൻ്റെ വന്നെന്നും. എല്ലായിടത്തും ഉണ്ട് റാഫീഞ്ഞ അത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ കിട്ടിയില്ല. പോസ്റ്റുമോ തട്ടിയത് നേരെ തിരിച്ച് ഗോൺസാലോ ഗാർസിയ കിട്ടി. ഗോൺസാലോ ഗാർസിയനെ വലിച്ചിടാൻ നോക്കി, പക്ഷേ സ്ലൈഡ് ചെയ്ത് ഗോൺസാലോ ഗാർസിയ ഒരു ചെറിയൊരു ഷോട്ട് അങ്ങോട്ട് എടുത്തു. അത് നേരെ ഡിപ്പ് ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങി 2-2 സ്കോറാണ്. ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് ഒരു 5-6 മിനിറ്റിനുള്ളിൽ വിത്തിൻ 3 ഗോൾസാണ് വന്നത്. വിനിൻ്റെ ആ ഒരു ഗോൾ, ലെവൻഡോസ്കിൻ്റെ ആ ഒരു ഗോൾ, ഗോൺസാലോ ഗാർസിയൻ്റെ ആ ഒരു ഗോൾ, അങ്ങനെ 2-2 സ്കോറായി ഫസ്റ്റ് ഹാഫ് അവിടെ അവസാനിക്കുന്നു. ത്രില്ലിംഗ് ആയിട്ടാണ് മാച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി വിനിയൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബാഴ്സലോണ അവിടെ സൈഡിൽ യമാലിലൂടെയും പിന്നെ അതുപോലെ റാഫീനിയയിലൂടെയും നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2 ടീമും ബാലൻസ്ഡായി അറ്റാക്ക് പോയിക്കൊണ്ടിരിക്കാം. അതിൻ്റെ ഇടയിലാണ് റാഫീനിയക്ക് ഒരു ബോൾ കിട്ടുന്നു. റാഫീനിയ അത് റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു, പക്ഷേ മറ്റേ റൗൾ അസെൻസിയോ മുന്നിലുണ്ടാവുന്നു. പുള്ളിയുടെ കാലുമ്പോൾ തട്ടി റാഫീനിയ ഷോട്ട് ചെയ്ത് തന്നെ മറ്റേ സ്ലൈഡ് ചെയ്തിട്ടാണ് പുള്ളി സ്ലിപ്പ് ചെയ്ത് വീണിക്കണ്. ഓക്കെ, അവിടെ നിന്നൊരു ഷോട്ട് എടുത്ത് റൗൾ അസെൻസിയോൻ്റെ കാലുമ്പോൾ തട്ടി. അതിപ്പോൾ റൗൾ അസെൻസിയോൻ്റെ കാലുമ്പോൾ തട്ടിയില്ലെങ്കിൽ ഇത് ഗോളാവില്ല. കംപ്ലീറ്റ് ലക്ക് ഫാക്ടറാണ് റാഫീനിയക്ക്. ബാഴ്സലോണക്ക് അവിടെ ഭാഗ്യമാണ്. റൗൾ അസെൻസിയോയുടെ കാലുമ്പോൾ തട്ടി
ഡിഫ്ലക്റ്റഡ് ആയി അത് ഗോളായി മാറി. ഡിഫ്ലക്റ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ തിബോ കൂട്ടിൻ്റെ കയ്യിൽ കിട്ടേണ്ട ബോളാണ്, മാച്ച് ഡ്രോ ആവേണ്ടതാണിത്. ഓക്കെ, അങ്ങനെ അത് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ബാഴ്സലോണ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഫെർമിൻ ലോപ്പസിനെ മാറ്റി ഡാനി ഓൾമോനെ കൊണ്ടുവന്നു. മാച്ചിൻ്റെ ആ ഒരു റിതം കൺട്രോൾ ചെയ്യാൻ ഡാനി ഓൾമോക്ക് നല്ലപോലെ പറ്റി. പിന്നെ നമ്മൾ കണ്ടത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം പിന്നെ ബാഴ്സലോണ ഫുൾ ഗെയിം കൺട്രോൾ ചെയ്യുന്നത്, അവർ മാച്ച് വിജയിക്കണം എന്നുള്ള ഈ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ നേരെ അപ്പുറത്ത് സാബി അലൻസോ എന്താ ചെയ്ത് അറിയും, നേരെ പിടിച്ച് വിനീനാണ് മാറ്റി. എൻ്റെ പൊന്നെ, എനിക്ക് ആ വിനീനെ മാറ്റിയതാണ് ഏറ്റവും ദേഷ്യമായത്. എന്തിനവിടെ വിനീനെ മാറ്റണം? ടൈറ്റ് മാച്ചായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഒരു പേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, വിനി പോയതോടുകൂടി ആ ഒരു അറ്റാക്കിൻ്റെ എനർജി നിങ്ങൾ കാണാം റയൽ മാഡ്രിഡിൻ്റെ. നമ്മൾ ശരിയാണ്, എംബാപ്പെ വന്നിട്ടുണ്ട്, ഗോൺസാലോ ഗാർസിനെ മാറ്റി. പക്ഷേ എംബാപ്പയ്ക്കൊക്കെ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ചങ്ങായിക്ക് ഒരു ബോൾ തൊടാൻ കിട്ടിയത്. കാരണം ബാഴ്സലോണ ഫുൾ കളി കൺട്രോളിൽ വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വിനിക്ക് അങ്ങനെ അധികം പാസും കൊടുക്കുന്നില്ല, പാസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും നല്ല ടച്ച് ഉണ്ടായിരുന്നത് വിനിക്കായിരുന്നു. വിനിക്ക് നല്ലപോലെ ബോൾ കൊടുക്കുകയായിരുന്നു. ഇവർ റൈറ്റിൽ കൂടെ കളിക്കാൻ നോക്കി റയൽ മാഡ്രിഡ്. വിനിയിലൂടെ ലെഫ്റ്റിലൂടെ കളിക്കാൻ നോക്കിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വിനി എന്ത് ചെയ്താലും കഴിഞ്ഞ മാച്ചിൽ ഡേഞ്ചറായി വരികയായിരുന്നു. അത്രയും നല്ല ടച്ചായിരുന്നു വിനിക്ക് ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യാനാണ്, സാബി അലൻസോ എന്ത് ചെയ്തു, 82ാമത്തെ മിനിറ്റ് ആയപ്പോൾ വിനീനെ പിടിച്ച ഒരൊറ്റ മാറ്റൽ. അവർ 8-9 മിനിറ്റ് ചിലപ്പോൾ കളിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ എംബാപ്പെ അവിടെ ഉണ്ട്, വിനീനെ കളിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ അത് ഗോളായേനെ. എന്തായാലും മസ്റ്റൻഡോനെ റൈറ്റ് വിങ് ആണ്. റോഡ്രിഗോ ഒട്ടും ഫോമല്ല, സെറ്റ് പീസ് എടുക്കാൻ ഓൾറെഡി അവിടെ അർദ്ധ കൂളറിനെ സബ്ബാക്കി ഇറക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനവിടെ വിനീനെ വലിക്കണം? ക്രാംസ് ഉണ്ടെന്ന് ഈ കാര്യം ഇനി പറയാനുള്ളത്. വിനി കയറാൻ പറഞ്ഞു എന്നോ എന്തോ പറഞ്ഞു, അങ്ങനെ എന്നാലും വലിക്കാൻ പാടില്ലായിരുന്നു. കാരണം വിനി ഒറ്റയ്ക്ക് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. വിനി കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റി വിടരുത്. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അത്. ആ മാച്ച് കൈ പിടിക്കായിരുന്നു റയൽ മാഡ്രിഡിന്. പക്ഷേ കൊണ്ടേ തൊലച്ചു, കാലെടുത്ത് ഉടച്ചു എന്ന് പറഞ്ഞില്ല അവസാനം വിനിനെ കയറ്റിയാണ്ട്. അതാണ് ലിറ്ററലി ഉണ്ടായത്. എനിക്ക് സാബി അലൻസോയുടെ പല സബ്സ്റ്റിറ്റ്യൂഷൻ ഡിസിഷൻസും എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ടു ബി ഫ്രാങ്ക് പറയില്ല. പക്ഷേ അപ്പുറത്ത് ഹാൻസി ഫ്ലിക്ക് അടിപൊളിയായിട്ട് എടുത്തത്, മാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ടോപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുത്തത്. റാഷ്ഫോർഡിനെ കൊണ്ടുവന്നാലും മോൽമോനെ കൊണ്ടുവന്നായാലും ടോപ്പ് ഡിസിഷൻസാണ് ഹാൻസി ഫ്ലിക്ക് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ അവസാനമൊക്കെ ആയ സമയത്ത് ജെറാർഡ് മാർട്ടിനെ കൊണ്ടുവരുന്നു CB ആയിട്ട്, എറിക് ഗാർഷ്യന് മറ്റൊരു ഫ്രഷ് ലെഗ് ഫോർ CB. അങ്ങനെയൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഈ സീസണിൽ ഒരു ഇതുവരെയുള്ളൊരു സാബി അലൻസോക്ക് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. ലാൻസ്ലോട്ടിക്ക് ഇതിന് മുമ്പ് എന്ത് നല്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് അവസാനമൊക്കെ ആകുമ്പോൾ കൊണ്ടുവരാൻ, ഗോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത് ഗോൾ അടിക്കാൻ പിന്നെ പറ്റാത്ത രീതിയിലുള്ള ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻസ് അങ്ങോട്ട് ഇറക്കും. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സ്ട്രാ ടൈം ഒരു 5-6 മിനിറ്റ് കിട്ടി. 5-6 മിനിറ്റ് കിട്ടിയിട്ട് അപ്പോൾ അർദ്ധ കൂളറിലൊരു ഷോട്ട്, മാൻ എത്ര ആൾക്കാരാണ്. ഞാൻ ഇവിടെ വേണമെങ്കിൽ സൈഡിൽ അതിൻ്റെ ഫോട്ടോ വെക്കാം. ചുമനി, കരേരാസ്, സെബല്ലോസ് എല്ലാവരും ഉണ്ട് അവിടെ, വരിക്ക് നിൽക്കുക. ചുമനി എന്ത് ചെയ്തു, നടയെ കൂടെ ബോൾ വിട്ട് നേരെ കരേരാസിന് കൊടുത്തു. കരേരാസ് ഫ്രീ ഒന്ന് സൈഡിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട്. ഗോൾ കീപ്പറും പിന്നെ അവിടെ പെഡ്രി ആകുന്നുണ്ട് അവിടെ ഉള്ളത്. സൈഡിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അടിച്ചിരുന്നുണ്ടെങ്കിൽ അത് ഗോളാ. നേരെ കൊടുത്തു, ഉരുട്ടി യോഹാൻ ഗാർസിയൻ്റെ തൊള്ളേക്ക്. അത് ചിലപ്പോൾ തളർന്നിട്ടായിരിക്കും, പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ആ അടിച്ച് ഗോളാക്കണം. അതൊക്കെ കളി കൈ പിടിക്കായിരുന്നു. 10 മിനിറ്റ് 10 പേരായി ചുരുങ്ങിയെന്ന് ബാഴ്സലോണ. ആ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഫൗളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോന്നറിയില്ല. എംബാപ്പേനെ ഫൗൾ വെച്ച് അത് പ്യൂർ റെഡ് കാർഡാട്ടോ. കംപ്ലീറ്റ്ലി സ്റ്റഡ് വെച്ചിട്ട് എംബാപ്പേൻ്റെ ഇവിടെ ആ ഒരു നീൻ്റെയും ആംഗിളിൻ്റെ ഇടയിൽ ചവിട്ടിയേക്കാണ്. പ്യൂർ റെഡ് കാർഡാണ്. ഫ്രങ്കി ഡിയോങ് അത് ഡിസേർവിങ് ആണ്. അങ്ങനെ ആ ഒരു റെഡ് കാർഡ് കിട്ടുന്ന ആ കളി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റയൽ മാഡ്രിഡിന് ഈസി ആയിട്ട് കളി ജയിക്കുക. അവന്മാർ 10 പേരായി ചുരുങ്ങി. ഗോൾഡൻ ചാൻസ് അല്ലേ കൊണ്ടുപോയി തൊലച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോർണറിൽ തന്നെ ഞാൻ തോന്നുന്നു ഹലാബൻ്റെ ഒരു ഹെഡ് പിന്നെ പോട്ടെ, ഹലാബ മാക്സിമം ട്രൈ ചെയ്തു. അതും നേരെ പോയത് യോഹാൻ ഗാർഷ്യൻ്റെ തൊള്ളിലേക്ക്. റയൽ മാഡ്രിഡിന് അവസാനം വെച്ച് ഒട്ടും ഭാഗ്യമില്ല. ബാഴ്സലോണയ്ക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ കംപ്ലീറ്റ് ലക്ക് ബാഴ്സലോണയുടെ ഭാഗത്തായിരുന്നു. അതാണ് ആ ഒരു റാഫിനിയുടെ ആ ഒരു ഗോളൊക്കെ വന്നത്. സോ എനിക്ക് ഈ ഒരു മാച്ചിൽ ഒട്ടും പിടിക്കാത്തത് വിനിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മാച്ചിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് കളഞ്ഞടി. എൻ്റെ അഭിപ്രായത്തിൽ എംബാപ്പേനെ ഇറക്കേണ്ടില്ലായിരുന്നു, വിനീനെ വെച്ച് തന്നെ കളി പിടിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ടാക്ടിക്സ് സാബി കൊണ്ടിട്ടില്ല. എംബാപ്പേനെ വെച്ച് എംബാപ്പെ ഹോമാണെങ്കിൽ അവന് പാസ് കൊടുക്കുക, അവന് ഉണ്ടാക്കി കൊടുക്കുക, അത് നേരെ പറ്റുമല്ലോ. ആ സമയത്ത് വിനിക്ക് ഇവിടെ പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു ഷൊണ്ണത്തര കാണിച്ച് എനിക്കും ഒരു ഐഡിയ ഇല്ല. ലിറ്ററലി എന്തായാലും അവന്മാർക്ക് കപ്പ് മിസ്സായി. ഹാൻസി ഫ്ലിക്ക് പുള്ളി കളിച്ച ഫൈനൽസ്, പുള്ളി മാനേജ് ചെയ്ത ഫൈനൽസൊക്കെ പുള്ളി ജയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. വിനീഷ്യസ് ജൂനിയർ അദ്ദേഹം 16 ഗോൾ കോൺട്രിബ്യൂഷൻ ഫൈനൽസിലായി റയൽ മാഡ്രിഡിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ്. റൊണാൾഡോ, ബെൻസിമ, വിനീഷ്യസ് ജൂനിയർ, ഇവർ 3 പേര്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു പൊസിഷൻ, ഇവനെയാണല്ലോ നിങ്ങൾ ഇത്രയും കാലം കളിയാക്കി വിട്ടത്. ഞാൻ അതാണ് ആലോചിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസ് വരെ സെൽവിനി ഉത്തരിക്കായിരുന്നല്ലോ. ഇപ്പം എന്ത് എംബാപ്പെ ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ, ഒന്നും പ്രശ്നമില്ല. പക്ഷേ എംബാപ്പെ 1-2 ഗോൾ ലീഗിലൊരു 2 ചെണ്ട ടീമിനായിട്ട് 3-4 ഗോൾ അടിച്ചു എന്ന് വിചാരിച്ച്
പുള്ളിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് വിനീനെ സെല്ല് ചെയ്യുമെന്ന് പറയല്ലേ. ഓക്കെ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിനി ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. ആവശ്യമുള്ള സമയത്ത്, അതായത് ചാമ്പ്യൻസ് ലീഗിലെ നോക്കൗട്ട്, ഫൈനൽസ്, ഇതിലൊക്കെ നല്ലപോലെ ഗോൾ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്ന ക്ലാസ് പ്ലെയറാണ്. ഓക്കെ, എംബാപ്പയ്ക്ക് പറ്റില്ല എന്നല്ല, പക്ഷേ എംബാപ്പ ഇപ്പോൾ ആ ഒരു നോക്കൗട്ടിൽ ഗോൾ സ്കോർ ചെയ്ത് റിതം കണ്ടെത്തി വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇപ്പോൾ എത്ര എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ഒരു 4 ഗോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോക്കൗട്ടിലെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഓക്കെ, ഉണ്ടാവും അവിടെയും വേണ്ടി കോപ്പ ഡെൽ റേ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതും മറ്റേ സിറ്റിക്കെതിരെ എനിക്ക് തോന്നുന്നു മറ്റേ റൗണ്ട് ഓഫ് 16 മുമ്പുള്ള നോക്കൗട്ടാണ്. റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യാനുള്ള നോക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ല, ആഴ്സണലിനെതിരെ കഴിഞ്ഞ സീസണിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ല. അതുപോലെയല്ല വിനി. ഓക്കെ, വിനിക്ക് നല്ല നോക്കൗട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു വർഷത്തിൽ 59-60 ഗോളൊന്നും സ്കോർ ചെയ്യില്ല വിനി, അതൊക്കെ ശരിയാണ്. പക്ഷേ വേണ്ട സമയത്ത് ഗോൾ സ്കോർ ചെയ്യാൻ എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് വിനി. അതൊന്ന് പ്രൂവ് ചെയ്തു. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ലിറ്ററലി ബാഴ്സലോണയുടെ മാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ പൊളി, അടിപൊളി. ലക്കിൻ്റെ കുറച്ച് ഫാക്ടറാണ്. ലക്കും ഹാർഡ് വർക്കും എല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണല്ലോ ടീം വിജയിക്കുക. ലക്കിൻ്റെ കുറച്ച് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർ അടിപൊളിയായിട്ടാണ് കളിച്ചത്. യമാൽ ആയിക്കോട്ടെ, ലെവൻഡോസ്കി ആയിക്കോട്ടെ, റാഫീനി ആയിക്കോട്ടെ. ഫീനിയ മാൻ കയ്യിൽ ബോൾ കിട്ടുമ്പോഴൊക്കെ ഡേഞ്ചറാ. ഒന്നും പറയാനില്ല റാഫീനിയെ കുറിച്ച്. ഫെർമിൻ ലോപ്പസ് കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു, പക്ഷെ എന്നാലും മാക്സിമം ട്രൈ ചെയ്തിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അവർ സെക്കൻഡ് ഹാഫിൽ ഫെർമിൻ ലോപ്പസിനെ മാറ്റി ഡാനി ഓൾമോനെ കൊണ്ടുവന്നത്. അപ്പോൾ കളി ചേഞ്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡിയോങ്, പെഡ്രി, അത് ഞാൻ പറയണ്ടല്ലോ, ഡിയോങ് ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പെഡ്രിൻ്റെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. പെഡ്രിയും ബോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എറിക് ഗാർഷ്യ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുബാർസി കുഴപ്പമില്ല. ഓക്കെ, ബാളിൻ്റെ കുറച്ച് പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, 5.9. ഓക്കെ, റൈറ്റിൽ കൂണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷേ വിനിനെ കൊണ്ട് തലവേദന ഉണ്ടായി. പക്ഷേ വിനിക്ക് അങ്ങനെ അധികം റയൽ മാഡ്രിഡ് പാസ് കൊടുക്കാത്തത് കൊണ്ട് പുള്ളിക്ക് വലിയ പണിയൊന്നും വന്നില്ല. ഇവാൻ ഗാർഷ്യ ആസ് യൂഷ്വൽ ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയാണ് ആ ചങ്ങായി പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. സോ റയൽ മാഡ്രിഡിൻ്റെ എടുത്ത് പറയേണ്ട വേറൊരു പേരാണ് ബെല്ലിംഗാം. ഓക്കെ, ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ബെല്ലിംഗാം. ആ ബെല്ലിംഗാമിനൊന്നും വലിച്ചില്ലടേ. ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള റോഡ്രിഗോ, ബെല്ലിംഗാം, ഇവന്മാരൊന്നും വലിക്കാതെ ഏറ്റവും ഫോമിൽ പീക്കിൽ നിൽക്കുന്ന വിനിനെ പിടിച്ച് വലിച്ച്, അത് സാബി അലോൻസോ കാണിച്ചൊരു മണ്ടത്തരം. എനിക്ക് ആ സമയത്ത് തോന്നി ഇപ്പം മണ്ടനാണോ. പിന്നെയാണ് ഞാൻ ആ ഒരു അദ്ദേഹത്തിന് ക്രാംസ് ഉണ്ട് എന്നുള്ള ആ ഒരു സാധനമൊക്കെ കാണുന്നത്. ഇത് ചെറിയ വലിയ ക്രാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വലിക്കാൻ പാടില്ലായിരുന്നു അവിടെ. സത്യസന്ധമായിട്ട് പറയാം, ആ ക്യാപ്റ്റൻ ഹാൻഡ് ബാക്കൊക്കെ കിട്ടി വിനി ഇങ്ങനെ ഒരു പവറിൽ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എന്തായാലും കപ്പ് പോയി. കപ്പ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ബാഴ്സലോണ റിട്ടേൺ ഡെയർ സൂപ്പർ കോപ്പ ഡി എസ്പാനിയ കപ്പ്. അവർ ആ ഒരു കപ്പ് റിട്ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനി വല്ല കോപ്പ ഡെൽ റേയോ നെക്സ്റ്റ് എൽ ക്ലാസിക്കോ നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.